നേപ്പാളിലെ ടൂറിസം മേഖല കേന്ദ്രീകരിച്ച് വൻ ഇൻഷുറൻസ് തട്ടിപ്പ്. വിനോദസഞ്ചാരികളെ ബോധപൂർവം അസുഖബാധിതരാക്കി കോടിക്കണക്കിന് ഡോളറിന്റെ ഇൻഷുറൻസ് തുക തട്ടിയെടുക്കാൻ ട്രക്കിംഗ് ഗൈഡുകളും ആശുപത്രികളും ഹെലികോപ്റ്റർ ഓപ്പറേറ്റർമാരും ഒത്തുകളിച്ചതായി പോലീസ് കണ്ടെത്തൽ. നേപ്പാൾ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ $20 മില്യൺ ഇൻഷുറൻസ് തട്ടിപ്പ് മൗണ്ട് എവറസ്റ്റിൽ നടക്കുന്നതായി റിപ്പോർട്ട്. ഹെലികോപ്റ്റർ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തി ഇൻഷുറൻസ് പണം അവകാശപ്പെടുന്നതാണ് തട്ടിപ്പിന്റെ രീതി. ഇതിൽ ട്രക്കിംഗ് കമ്പനിയിലെ വ്യക്തികൾ, ഹെലികോപ്റ്റർ ഓപ്പറേറ്റർമാർ, കാഠ്മണ്ഡുവിലെ ആശുപത്രി ജീവനക്കാർ, രക്ഷാപ്രവർത്തകർ എന്നിവരും ഉൾപ്പെടുന്നുണ്ട്. നിലവിൽ 32 പേർക്കെതിരെ നേപ്പാൾ പോലീസ് കേസെടുത്തു. ട്രക്കിംഗ് ഏജൻസികളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഗൈഡുകൾ വിനോദസഞ്ചാരികളുടെ ഭക്ഷണത്തിൽ അവർ അറിയാതെ ബേക്കിംഗ് സോഡ ചേർക്കും. ഇത് ഓൾട്ടിറ്റ്യൂഡ് സിക്നസ് അല്ലെങ്കിൽ ഭക്ഷ്യവിഷബാധയ്ക്ക് സമാനമായ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും. തുടർന്ന് ചെലവേറിയ അടിയന്തര ഹെലികോപ്റ്റർ സഹായം തേടാൻ അവരുടെ മേൽ സമ്മർദ്ദം ചെലുത്തിയതായി റിപ്പോർട്ടുണ്ട്. അന്താരാഷ്ട്ര യാത്രാ ഇൻഷുറൻസ് കമ്പനികളിൽ നിന്ന് പിഴ ഈടാക്കാൻ ഓപ്പറേറ്റർമാർ വ്യാജ മെഡിക്കൽ വിമാന രേഖകൾ ഉപയോഗിച്ചതായി ആരോപിക്കപ്പെടുന്നു. അനധികൃതമായി സമ്പാദിച്ച പണം ഗൈഡുകൾ, ഹെലികോപ്റ്റർ കമ്പനികൾ, ട്രക്കിംഗ് ഏജൻസികൾ, വിനോദസഞ്ചാരികൾക്ക് വ്യാജ ചികിത്സ ലഭിച്ച ആശുപത്രികൾ എന്നിവ തമ്മിൽ പങ്കിട്ടെടുക്കും. ജനുവരിയിൽ 3 പ്രധാന പർവ്വത രക്ഷാ സ്ഥാപനങ്ങളിൽ നിന്നുള്ള 6 എക്സിക്യൂട്ടീവുകളെ അറസ്റ്റ് ചെയ്തതോടെയാണ് അന്വേഷണം ആരംഭിച്ചത്. റിപ്പോർട്ട് അനുസരിച്ച് ഈ പദ്ധതികൾ വഴി ഗ്രൂപ്പുകൾ കുറഞ്ഞത് $19.69 മില്യൺ എങ്കിലും തട്ടിയെടുത്തിട്ടുണ്ട്. ഒരു കമ്പനി 1248 രക്ഷപ്പെടുത്തലുകളിൽ 171 എണ്ണവും വ്യാജമായി നിർമ്മിച്ചതാണെന്നും ഇതിലൂടെ $10 മില്യൺ നിയമവിരുദ്ധമായി സമ്പാദിച്ചതായിട്ടുമാണ് പറയപ്പെടുന്നത്. രണ്ടാമത്തെ കമ്പനി 471 രക്ഷാപ്രവർത്തനങ്ങളിൽ 75 എണ്ണം വ്യാജമായി നിർമ്മിച്ചതിലൂടെ $8 മില്യൺ തട്ടിയെടുത്തിട്ടുണ്ട്. നേപ്പാളിലെ ടൂറിസം വ്യവസായത്തെ ബാധിക്കുന്ന ഇത്തരത്തിലുള്ള ടൂറിസം അഴിമതി ഇതാദ്യമല്ല. സമീപ വർഷങ്ങളിൽ വർദ്ധിച്ചുവരുന്ന തട്ടിപ്പുകൾ കാരണം നേപ്പാളിലെ ട്രെക്കിംഗ് വിനോദസഞ്ചാരികൾക്കുള്ള കവറേജ് നിരവധി പ്രമുഖ അന്താരാഷ്ട്ര ഇൻഷുറൻസ് കമ്പനികൾ നിർത്തിവച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് സിമലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.